വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലൊക്കെ വലിയ വിമർശനം നേരിടുന്നത് അതുകൊണ്ടാണ്. വെള്ളാപ്പള്ളി വർഗീയ പ്രതികരണങ്ങൾ നടത്തുന്നു. അങ്ങനെ വർഗീയ പ്രതികരണങ്ങൾ നടത്തുന്ന വെള്ളാപ്പള്ളിയെ പൂമാലയിട്ട് സ്വീകരിക്കുന്നു, മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ കയറ്റുന്നു എന്നുള്ള വിമർശനമൊക്കെ വരികയാണ്. അപ്പോൾ ഈ 2016 മുതലുള്ള കാലം തന്നെ എടുത്തു പറയുന്നതുകൊണ്ടാണ് അത് ആവർത്തിച്ച് ചോദിക്കേണ്ടി വരുന്നത്. ഇവിടെ ഈ വെള്ളാപ്പള്ളിയെ മുൻനിർത്തിക്കൊണ്ട് എന്തോ ഒരു വർഗീയ പ്രീണനം CPIM നടത്തുന്നു എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നത് ഏകപക്ഷീയവും വസ്തുതാവിരുദ്ധവുമായിട്ടുള്ളൊരു ആഖ്യാനമാണ്. കാരണം CPIM-നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ വർഗീയതയുമായി ഒരു തരത്തിൽ പൊരുത്തപ്പെടാൻ കഴിയില്ല. സമീപകാല കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്തരത്തിൽ BJP-യെയോ വർഗീയ ശക്തികളെയോ ആശ്രയിക്കുന്ന സമീപനം കോൺഗ്രസിനും മുസ്ലിം ലീഗിനും അവരുമായി ഇടതുപക്ഷത്തിനെതിരായി സഹകരിക്കുന്ന സമീപനം BJP-ക്കുമാണ് ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൽ BJP വളരുന്നു എന്ന് പറയുന്ന ഒരു വിഷയത്തെ കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിലുള്ള മതേതര മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള അഭിമാനത്തിന് പോറലേൽക്കുന്ന ഒരു പ്രതിഭാസമാണ്. പക്ഷെ അതിൽ ആർക്കൊക്കെ ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളത് തുറന്ന് നമ്മൾ ചർച്ച ചെയ്യണം. പക്ഷെ അത് BJP-യുടെ നിയമസഭയിലെ വിജയമായിട്ട് പിന്നെ നിയമത്തുണ്ടായപ്പോൾ UDF ആണ് അതിനകത്ത് പങ്കുവഹിച്ചതെന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും ലോക്സഭയിലേക്ക് BJP-യുടെ ഒരു സ്ഥാനാർത്ഥി, ഇവിടങ്ങളിൽ അത് BJP-യുടെ വളർച്ച BJP-യുടെ നിയമസഭാ പ്രവേശനം എന്ന രൂപത്തിലോ ലോക്സഭാ പ്രവേശനം എന്നുള്ള രൂപത്തിലോ പരിണമിക്കുന്നത് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും UDF-ൻ്റെയും വോട്ടുകൾ മറിയുന്നത് കൊണ്ടാണ്. നമുക്ക് അടുത്ത ഇതിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പോൾ അടുത്ത സർക്കാർ മൂന്നാം പിണറായി സർക്കാർ അല്ലെങ്കിൽ തുടർഭരണം, മൂന്നാമതും തുടർഭരണം എന്ന ഉദ്ദേശമാണല്ലോ. എല്ലാ സർക്കാരുകളും ചെയ്യുന്ന പോലെ ഇപ്പോൾ പിണറായി സർക്കാരും ഇപ്പോൾ പരസ്യം നൽകുന്നു, PRDയുടെ പരസ്യം. ആ പരസ്യം നേട്ടങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള പരസ്യം ചില പത്രങ്ങളിൽ കൊടുക്കുന്നു. അതിൽ തെറ്റില്ല, അതെല്ലാ സർക്കാരുകളും ചെയ്യുന്നതാണ്. പക്ഷേ മുൻ സർക്കാരിനെ, 10 വർഷം മുമ്പുള്ള സർക്കാരിനെ ഇകഴ്ത്തിക്കൊണ്ടുള്ള ഒരു പേജ് തന്നെ നീക്കി വെച്ചു. അന്നത്തെ ചില വാർത്തകൾ എടുത്തു വെച്ചുകൊണ്ട് അതിൽ ഡേറ്റും മാസമൊന്നും ഇല്ലാതെ അത് ഫ്രണ്ട് പേജിൽ കൊടുത്ത് ഇരുട്ടിൽ ആണ് കേരളം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു തലക്കെട്ടോടുകൂടി മുഴുവൻ നെഗറ്റീവായ വാർത്തകൾ. അതൊരു ശരിയായ രീതിയാണ്? അത് PRD ചട്ടപ്രകാരം തെറ്റാണ്, നിയമപരമായി തെറ്റാണ്, കോടതിയിൽ നിന്ന് ചില വിധികൾ ഉണ്ടായിട്ടുണ്ട് തുടങ്ങിയ വിമർശനങ്ങളൊക്കെ ശക്തമായിട്ടുണ്ട്. അതിലപ്പുറം ധാർമ്മികമായൊരു വശം കൂടിയില്ലേ? നമുക്ക് ഭരണത്തിലേറാൻ ഭരണനേട്ടങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ അത് പറയാം. അതിന് മുന്നിലുള്ള കാലം ഇരുണ്ട കാലം എന്ന രൂപത്തിൽ പാർട്ടിക്ക് പറയാം. പക്ഷേ ഒരു സർക്കാരിന് PRD ഉപയോഗിച്ചത് ചെയ്യാം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭരണകാലത്ത് ആ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ അഭിമാനകരമായ പ്രവർത്തനങ്ങളാണ്. വിദ്യാഭ്യാസ മേഖല തുടങ്ങി ഓരോ മേഖലയും അങ്ങനെ വളരെ മികച്ച ഒരു പ്രകടനം നടത്തുന്ന താരതമ്യം ഇതുവരെ ഉണ്ടാകാതിരുന്നിട്ടുള്ളത് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർഫോമൻസിനെ കുറിച്ചാണ്. ഇപ്പോൾ പലരും വിമർശിക്കുന്ന ഈ താരതമ്യ പരസ്യം എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചുമതല ഏറ്റെടുക്കുമ്പോൾ ഉണ്ടായിരുന്ന കേരളത്തിൻ്റെ അവസ്ഥ? അതുമായി താരതമ്യപ്പെടുത്തിയാണല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിലൂടെ എന്ത് സംഭവിച്ചു എന്നറിയാൻ. അത് വളരെ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, അത് ജനങ്ങളുടെ ഇടയിൽ ചർച്ചയാകുന്ന വളരെ സൂക്ഷ്മമായ ഇത്തരത്തിലുള്ള ഒരു പരസ്യം, ബുദ്ധിയും ഭാവനയും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരസ്യം നൽകിയ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഞാൻ അനുമോദിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കേരളമാണ് എന്ന സർക്കാർ ഒരു തുടർച്ചയല്ല ഒരു തൂവൽ സർക്കാർ തുടർച്ച തന്നെയാണ്. സർക്കാർ തുടർച്ചയാകുമ്പോൾ PRDക്ക് അങ്ങനെ ചെയ്യാൻ ചട്ടങ്ങൾ അനുവദിക്കുന്നില്ല. സർക്കാർ തുടർച്ചയായതുകൊണ്ട് തന്നെ ആ തുടർച്ചയ്ക്കിടയിൽ സർക്കാരിൻ്റെ പ്രവർത്തനത്തിലുണ്ടായ ഇടർച്ചയും ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണം. അതാണ് PRD ഇപ്പോൾ ചെയ്തത്. അവരെ ഞാൻ അനുമോദിക്കുകയാണ്. അത് നിയമപരമായി നേരിടുമെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. നിയമപരമായി അപ്പം കനകോലുമാരുടെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ UDF അവരെ അമ്പരപ്പിച്ച ഒരു സംഭവമാണിത്. കനകോലുവിൻ്റെ ഉപദേശം അനുസരിച്ച് അവർ ചെയ്യട്ടെ, നിയമപരമായിട്ട് പോകുന്നത് നല്ലതാണെന്ന് കനകോലു പറഞ്ഞാൽ അത് ഇവർ ചെയ്യുമായിരിക്കും. അത് ചെയ്താൽ നമുക്ക് കോടതി എന്ത് പറയുന്നു നമുക്ക് നോക്കാം.